വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുത ടീച്ചറാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്ക് ഓരോ പാഠഭാഗവും നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ആഴത്തിൽ അറിയേണ്ടി വരും അല്ലെ. കാരണം പരീക്ഷയ്ക്ക് ആ കഥാപാത്രത്തെ കുറിച്ച് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള ചോദ്യങ്ങൾ വരും അല്ലെ. ചിലപ്പോൾ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളായിരിക്കും കഥാപാത്ര നിരൂപണം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ മറ്റു പല പേരുകളിലും അത് വരുന്നുണ്ട്. എന്താണ്, കഥയിലെ കൂട്ടുകാർ ആരൊക്കെയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരൊക്കെയാണ്, അവരുടെ സവിശേഷത എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചായിരിക്കും. ഇതിനെല്ലാം ഉത്തരം കഥാപാത്ര നിരൂപണം എന്ന് തന്നെയാണ് കേട്ടോ. കഥാപാത്ര നിരൂപണം പഠിക്കുക എന്ന് പറഞ്ഞാല് ആ കഥാപാത്രത്തിന്റെ പ്ലസും മൈനസും ഗുണങ്ങളും ദോഷങ്ങളും സവിശേഷതകളും എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ എഴുതുന്നതാണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട്, ജീവിതത്തിന്റെ ഉപ്പ്. നമ്മുടെ ജീവിതത്തിനൊരു ഉപ്പുണ്ട് അല്ലെ. ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ജീവിതം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ കഞ്ഞിക്ക് ഉപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അത്രത്തോളം കഞ്ഞിക്ക് രുചിയും ഉണ്ടാവും അല്ലെ. അപ്പൊ ജീവിതത്തിനുണ്ട് അതുപോലെ ഒരു ഉപ്പ്. ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന ഉപ്പല്ല. നമ്മൾ കഥയിലേക്ക് പോകുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഉപ്പ് വിറ്റ് നടക്കുന്ന ഉപ്പുകൊറ്റന്റെ കഥയാണ് ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന പാഠത്തിൽ പറയുന്നത്. ഉപ്പുകൊറ്റൻ എന്ന് പറയുന്നത് പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരുവനാണ് അല്ലെ. പറയിപെറ്റ 12 മക്കളിൽ ഒരാളാണ്. നമ്മൾ അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ടീച്ചർ അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ടീച്ചർ പറഞ്ഞു തരുന്നത് ഉപ്പുകൊറ്റന്റെ കഥാപാത്ര നിരൂപണമാണ്. അതായത് ഉപ്പുകൊറ്റൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഗുണങ്ങളും അല്ലെ സവിശേഷതകളും എല്ലാം ചേർത്ത് ഒരു കുറിപ്പ്. അതാണ് കഥാപാത്ര നിരൂപണം. നമുക്കൊന്ന് നോക്കിയാലോ. പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ് നമുക്ക് ഉൾപ്പെടുത്താം. ഉപ്പ് വിറ്റാണ് ആര് ജീവിക്കുന്നത്? ഉപ്പുകൊറ്റൻ ജീവിക്കുന്നത്. എത്തിയേടത്ത് കിടക്കുന്ന സ്വഭാവമാണ്. ബന്ധുക്കളില്ല, ഒറ്റത്തടിയാണ് അല്ലെ. ആരെയും കൂസാത്ത സ്വഭാവമാണ് ആർക്ക്? ഉപ്പുകൊറ്റന്. കുട്ടികളോട് വലിയ സ്നേഹമാണ്, അതുപോലെ വാത്സല്യാണ് ഉപ്പുകൊറ്റൻ കേട്ടോ. അപ്പോൾ ഇത്രയും സവിശേഷതകളൊക്കെ ചേർത്തുകൊണ്ട് ഉപ്പുകൊറ്റനെ പറ്റി നമുക്കൊരു കുറിപ്പ് വിശദമായിട്ട് അങ്ങ് തയ്യാറാക്കാം. നോക്കാം. അത് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഒരു ആമുഖം കൊടുക്കണം. എന്താ കൊടുക്കുക? പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരംഗമാണ് ഉപ്പുകൊറ്റൻ. ഉപ്പ് വിറ്റാണ് അയാൾ ജീവിക്കുന്നത്. കൊച്ചിന് ആഹാരത്തിന് ഉപ്പ് വിൽക്കുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. കൊച്ചിന് എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് ഉപ്പ് വിൽക്കുന്നത്, അതായത് അദ്ദേഹത്തിന് ഉപ്പ് വിറ്റിട്ട് വേണം ആഹാരം വാങ്ങാൻ അല്ലെ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, നീട്ടി വളർത്തിയ താടിയും മുടിയും, അദ്ദേഹത്തിന്റെ രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. തോളിൽ സഞ്ചി, ഇതായിരുന്നു ഉപ്പുകൊറ്റന്റെ രൂപം. അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കും. ആവശ്യക്കാർ അവനിൽ നിന്ന് ഉപ്പ് വാങ്ങും. ഉപ്പുകൊച്ചന് വീടും കൂടും ഒന്നുമില്ല. നടന്ന് എത്തിയിടത്ത് കിടന്നുറങ്ങും. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് നമ്മുടെ ഒരു കഥ വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലെ. ആരെയും കൂസാത്ത പെരുമാറ്റമായിരുന്നു ഉപ്പുകൊറ്റന്റേത്. മേലാളന്മാരോട് തന്റേടത്തോടെ സംസാരിക്കാനുള്ള ധൈര്യം ഉപ്പുകൊറ്റനുണ്ടായിരുന്നു. വലിപ്പ ചെറുപ്പങ്ങളിൽ വിശ്വാസമില്ല. മാനിക്കേണ്ടവരെ മാനിക്കുക, ആചാരം പറയുക എന്നീ വ്യവസ്ഥിതികളിൽ ഉപ്പുകൊറ്റൻ വിശ്വസിച്ചിരുന്നില്ല. എല്ലാരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ സമത്വ ചിന്തയും തത്വചിന്താബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. സത്യം എന്നത് ധൈര്യത്തോട് പറയുക, അതായിരുന്നു ഉപ്പുകൊറ്റൻ. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെ സ്നേഹമായിരുന്നു. അവർക്ക് വേണ്ടി മായാജാലങ്ങൾ, അതായത് മാജിക് കാണിക്കുമായിരുന്നു. കുട്ടികൾക്കായി ജീവിതത്തിന്റെ താളമുള്ള പാട്ടുകൾ പാടുമായിരുന്നു. കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊറ്റൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടും മഹത്വമുള്ള വ്യക്തിത്വമായിരുന്നു ഉപ്പുകൊറ്റന്റേത്. എന്തുകൊണ്ടും മഹത്വമുള്ള വ്യക്തിത്വമായിരുന്നു ഉപ്പുകൊറ്റന്റേത്. ഇങ്ങനെ എഴുതിയാല് ഈ കഥാപാത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോ ഇതാണ് ഉപ്പുകൊറ്റൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതിനു മുൻപ് നിങ്ങൾ ഒന്ന് ഓർക്കുക, നമുക്ക് സൈലത്തിന്റെ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച്
ഉള്ള കാര്യം നിങ്ങൾ അറിയായിരിക്കും അല്ലെ. വജ്ര എന്നാണ് പേര്. അപ്പൊ വജ്ര ബാച്ചിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ പാഠഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാൻ അവിടെ വലിയ എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ്, ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അവിടെ സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്. നോട്ട്സും അതുപോലെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കൂടാതെ നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റ് നടത്തി നിങ്ങൾ ആ പാഠം കൃത്യമായിട്ട് പഠിച്ചോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യും. അപ്പൊ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ കോൾ ചെയ്ത് നോക്കുക. ഒരു വർഷത്തേക്ക് വളരെ കുറഞ്ഞ കാശ് മാത്രമാണ്, ആ ഒരു ഫീ മാത്രമാണ് നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, നമ്മുടെ സൈലത്തിലെ വജ്ര ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്ക് പാഠഭാഗങ്ങളൊക്കെ തകർത്ത് അടിപൊളിയായിട്ട് പഠിക്കണം. ഇനി വരുന്ന ഓരോ പരീക്ഷയിലും നമ്മൾ എന്ത് ചെയ്യണം, മുന്നിലെത്തണം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.